ഹലോ എവരിവൺ. ബിഫോർ ദ സൺസെറ്റിൻ്റെ മലേഷ്യൻ കാഴ്ചകൾ അവസാന എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ക്വാലാലംപൂരിൽ നിന്നും 38 കിലോമീറ്റർ തെക്ക് മാറി സ്ഥിതി ചെയ്യുന്ന പുത്രജയ എന്ന ആസൂത്രിത നഗരമാണ് അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ. വൃത്തിയുള്ളതും മനോഹരവുമായ വീഥികൾ, വഴിയോരങ്ങളിൽ മനോഹരമായി സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ചെടികൾ. തെക്കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നാണ് മലേഷ്യ. 1970 വരെ 75% ജനങ്ങളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കിടന്ന രാജ്യമാണ് മലേഷ്യ. ഇന്ന് മലേഷ്യയുടെ ചെറു ഗ്രാമങ്ങളിൽ പോലും അടിസ്ഥാന സൗകര്യങ്ങൾ വളരെയധികം പുരോഗമിച്ചു കഴിഞ്ഞു. 1980 മുതലാണ് മലേഷ്യ അതിവേഗം വളർച്ച നേടിയത്. യൂറോപ്യൻ നിലവാരത്തിലാണ് ഇന്ന് മലേഷ്യയുടെ വളർച്ച. ഇതൊക്കെന്ന് പറഞ്ഞോട്ടെ, ഇന്നത്തെ മലേഷ്യയുടെ ശില്പിയായ മഹാതിർ മുഹമ്മദ് മലയാളിയാണ്. 4 പഞ്ചവത്സര പദ്ധതികളിലൂടെ മഹാതിർ മുഹമ്മദ് ക്വാലാലംപൂരിനെ തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും പുരോഗതിയുള്ള നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റി. പൂർണ്ണ വികസിത രാജ്യം എന്ന ലക്ഷ്യത്തോടെയാണ് മലേഷ്യയുടെ മുന്നേറ്റം. യൂണിറ്റി ഈസ് സ്ട്രെങ്ത്, അതാണ് മലേഷ്യയുടെ ദേശീയ മുദ്രാവാക്യം തന്നെ. ഇവിടുത്തെ യൂണിറ്റിയും മതസഹിഷ്ണുതയും അച്ചടക്കവും അടുക്കും ചിട്ടയും വൃത്തിയും വെടുപ്പും എല്ലാം അനുകരണീയമാണ്. നമ്മൾ ക്വാലാലംപൂർ വിട്ട് പുത്രജയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മലേഷ്യയുടെ ക്യാപിറ്റൽ ക്വാലാലംപൂർ ആണെങ്കിലും ഏറ്റവും വലിയ സിറ്റി പുത്രജയയാണ്. 49 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന പുത്രജയ മലേഷ്യയിലെ ഒരു വെൽ പ്ലാൻഡ് സിറ്റിയാണ്. മലേഷ്യയിലെ ആദ്യകാല ആസൂത്രിത നഗരങ്ങളിൽ ഒന്ന്. മാത്രമല്ല, പുത്രജയ മലേഷ്യയുടെ ഭരണസിരാ കേന്ദ്രമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ എല്ലാം പുത്രജയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ മന്ത്രിമാരും ഒഫീഷ്യൽസും എല്ലാം പുത്രജയയിലുള്ള ഒരു മാൻമെയ്ഡ് തടാകമുണ്ട്, മനുഷ്യനിർമ്മിതമായ തടാകം, വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു ഏരിയ, പുഴ പോലെ. അതിനടുത്ത് ഉള്ള വസതിയിലാണ്, അവിടെ സ്റ്റേ ചെയ്താണ് അവർ വർക്ക് ചെയ്യുന്നതെല്ലാം. ക്യാപിറ്റൽ സിറ്റി ക്വാലാലംപൂർ ആണെങ്കിലും അവിടുത്തെ ഓവർ ക്രൗഡ് കാരണമാണ് ഈ ഗവൺമെൻറ് ഓഫീസുകളെല്ലാം പുത്രജയയിലേക്ക് മാറ്റിയത്. അങ്ങനെ 2001 പുത്രജയ മലേഷ്യയിലെ 3ാമത്തെ ഫെഡറൽ പ്രദേശമായി മാറി. പുത്രജയയിലെ ഓരോ ബിൽഡിങ്ങും കൺസ്ട്രക്ഷൻ സ്റ്റൈലിലും പെയിൻറ്റിങ്ങിലും ഡിസൈനിലുമെല്ലാം ഒന്നിനൊന്ന് എൻ്റർ ഡിഫറെൻ്റ് ആണ്. മലേഷ്യയിലൊരു ടോൾ പ്ലാസയാണ്.
ഇനി നമുക്കൊരു ബ്രിഡ്ജ് കാണാം. എന്താണ്, മാൻ മെയ്ഡ് റിവറിൻ്റെ മുകളിൽ പണിതിരിക്കുന്നതാണ് ആ ബ്രിഡ്ജ്. എത്ര മനോഹരമാണെന്ന് നോക്കൂ. നേരെ മുന്നിൽ കാണുന്നത് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസാണ്. അതിൻ്റെ സൈഡിലാണ് മാൻ മെയ്ഡ് റിവർ ഉള്ളത്. അതിലാണ് ആ പിങ്ക് നിറത്തിൽ കാണുന്നത് ഇവിടുത്തെ പുത്രജയ മോസ്കാണ്. ഇറാനി തുർക്കി ഇസ്ലാമിക് ശൈലിയിൽ പണിതിട്ടുള്ള മോസ്കാണത്. ഏകദേശം ഒരു 15,000-ഓളം പേർക്ക് ഒരുമിച്ച് നിസ്കരിക്കാനുള്ള സൗകര്യം അതിനുള്ളിലുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ മോസ്ക് കൂടിയാണിത്. സ്ത്രീകൾക്ക് ഉള്ളിൽ പ്രവേശിക്കണമെങ്കിൽ ഇവിടുത്തെ ഒരു വസ്ത്രം ധരിച്ചിട്ട് വേണം കടക്കാനായിട്ട്. അതേപോലെ ഉള്ളിലേക്ക്, പ്രാർത്ഥന നടക്കുന്ന ഉള്ളിലേക്ക് പ്രവേശനമില്ല. ഇത് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലേക്കുള്ള എൻട്രൻസ് ആണ്. മോസ്കിലെ ഉള്ളിലേക്ക് പ്രവേശനമില്ലെന്നല്ല, ഒരു ലിമിറ്റ് വരെ മാത്രമേ ആ വിസിറ്റേഴ്സിനെ അനുവദിക്കുകയുള്ളൂ. അതിനുള്ളിലേക്ക് പ്രയർ നടക്കുന്ന ഇടമാണ്. പുത്രജയ ഏതായാലും ഈ ഏരിയ ശരിക്കും ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു ഒന്നാന്തര ഇടമാണ് കേട്ടോ. ആളുകൾക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്ര ഒരു സർക്കിള് പണിതിരിക്കുന്നത്. ഞങ്ങളുടെ വാഹനം ഒരു റൗണ്ട് എടുത്തിട്ട് കൊണ്ടുവന്ന് നിർത്തുകയാണ് ചെയ്തത്. പക്ഷെ ഇപ്പോൾ ഭയങ്കര പൊരിവെയിലാണ്. ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു കണ്ടീഷനില്ല, അത്രയ്ക്ക് വെയിലായിരുന്നു. ഒരു 4-5 മണി കൊള്ളിച്ചിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോഴേക്കും വെയിലൊക്കെ ഒന്ന് ആറും. അത് മാത്രമല്ല, രാത്രിയിൽ ലൈറ്റ് കുളിച്ച് നിൽക്കുന്ന പുത്രജയ കാണാൻ അതിമനോഹരിയാണ്. ഏതായാലും ഒന്ന് സന്ദർശിക്കേണ്ട സ്ഥലം തന്നെയാണ് മലേഷ്യ കേട്ടോ. പുത്രജയ എന്ന് വലിയ ലെറ്റേഴ്സിൽ എഴുതിയിരിക്കുന്നു, കളർഫുള്ളായി. അതിൻ്റെ അടുത്ത് നിൽക്കുന്ന വ്യക്തികളെ നോക്കിയാൽ അറിയാം ഈ ലെറ്റേഴ്സ് എത്ര വലുപ്പമുള്ളതാണ്. അതിനിടയിലൂടെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസറിൻ്റെ ഒരു വ്യൂ എത്ര മനോഹരമാണെന്ന് നോക്കൂ. അതിൻ്റെ പരിസരങ്ങളും ഇവിടെ നിന്ന് ഞങ്ങളുടെ മടക്കയാത്ര ആരംഭിക്കുകയാണ്. മലേഷ്യയിൽ നിന്നുള്ള മടക്കം. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച 10 വർഷങ്ങൾക്ക് ശേഷം സ്വാതന്ത്ര്യം ലഭിച്ച മലേഷ്യ കാണാനും ആസ്വദിക്കാനും മനസ്സിലാക്കാനും വിലയിരുത്താനും ഒത്തിരി ഉണ്ട് കേട്ടോ. വൻകിട രാജ്യങ്ങളോട് പോലും കിടപിടിച്ച് നിൽക്കുന്ന ഒരു രാജ്യം. വലിയ പൈസ മുടക്കൊന്നുമില്ലാതെ ഒരു നല്ല സിറ്റി ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരിടം. താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ടൂർ മാനേജർ അലൻ മാർഷലിൻ്റെ ഫോൺ നമ്പർ കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ എയർപോർട്ടിനേക്കാൾ അടുക്കുകയാണ്. ഒരിക്കൽ കൂടി പറയുകയാണ്, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോസ്. കമൻറ്റും പോസ്റ്റ് ചെയ്യണം കേട്ടോ. താങ്ക് യു.